ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയുടെ കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുന്ന വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് ഇതിനെയാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുന്ന വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കുന്ന വിധത്തിൽ ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്ത വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായുള്ള അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തതുമായുള്ള അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ളവർക്ക് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും. അപ്പൊ റെറ്റിനയ്ക്ക് പിന്നിലാണ് ദീർഘദൃഷ്ടിയുള്ളവർക്ക് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പം ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയുള്ളവർക്ക് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും.